നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ സി പ്രോഗ്രാമിംഗ് ട്രെയിനിങ്ങിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു എക്സ്പ്ലെയിൻ ദ ഫങ്ഷനിങ് ഓഫ് റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് വേരിയബിളുകൾ, ഇപ്പം a = 10 b = 20 ഉണ്ടെങ്കിൽ ആ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് ചെക്ക് ചെയ്യും. അപ്പം ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഈക്വൽ ആണോ നോക്കും. ഒരു ഈക്വൽ ടു മാത്രമേ ഉള്ളെങ്കിൽ അതിനെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം a = b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം a = b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയിലേക്ക് ബിയിൽ ഉണ്ടായിരുന്ന വാല്യൂവിനെ റൈറ്റ് ചെയ്യും. ഇനി b = എന്നായിരുന്നെങ്കിൽ ബിയിലേക്ക് എയിലെ വാല്യൂ റൈറ്റ് ചെയ്യും. പക്ഷെ a = b എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഈ അസൈൻമെന്റ് അല്ല നടക്കുക. അതിന് പകരം എയും ബിയും ഈക്വൽ ആണോ നോക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഡബിൾ ഈക്വൽ ടു, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നൊരു കണ്ടീഷനാണ്. ട്രൂ എന്ന കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ 1ഉം ഫോൾസ് എന്ന കണ്ടീഷൻ ആണെങ്കിൽ 0 എന്നുമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പം റിലേഷണൽ ഓപ്പറേഷൻസ് എന്ത് ചെയ്താലും അതിന്റെ ഇടതുവശത്തുള്ള വാല്യൂവും റൈറ്റ് സൈഡിലുള്ള വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. എന്താണ്, ഈക്വൽ ആണോ, ലെസ് ദാൻ ആണോ, ഏത് ഓപ്പറേഷൻ ആണോ നടുക്കുള്ളത് അതിനെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ആ റിസൾട്ട് നോട്ട് ഈക്വൽ ടു ട്രൂ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ 4 നോട്ട് ഈക്വൽ ടു 3 എന്ന് ഞാൻ കൊടുത്താൽ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇത് ഫോൾസ് ആണ്, ട്രൂ ആണ്. 4 നോട്ട് ഈക്വൽ ടു 3 ആണോ? അതെ, 4 3നോട് ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് കൊണ്ട് അതിന്റെ റിസൾട്ട് 1 എന്നായിരിക്കും വരിക. ഓക്കെ, ഇനി 3 > 5 എന്നൊരു കണ്ടീഷനാണ് കൊടുക്കുന്നതെങ്കിലോ, 3 > 5 എന്നുള്ള റിലേഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് 0 എന്ന് വരും. അതാണ് റിലേഷണൽ ഓപ്പറേഷൻ. ഓക്കെ, ലോജിക്കൽ ഓപ്പറേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു എയും ഒരു ബിയും ഉണ്ടെങ്കിൽ, എയും ബിയും ഉണ്ടെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ ട്രൂ ആണെങ്കിൽ, എയുടെയും ബിയുടെയും വാല്യൂ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റിലേഷണലിൽ ചെയ്തല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1ഓ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ, 0 അല്ലാത്ത എന്തെങ്കിലും വാല്യൂ ആണ് എ എന്നുണ്ട്. അതേപോലെ ബി നോട്ട് ഈക്വൽ ടു 0 ആണ്, ബിയും നോട്ട് ഈക്വൽ ടു 0 ആണ്, എയും നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, എയും ബിയും നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈ റിലേഷന്റെ ഓപ്പറേഷന്റെ വാല്യൂ 1 ആയിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 0 അല്ലാതെ, ഇപ്പൊ 0.1 വരാം, -1 വരാം, −∞ വരാം, +∞ വരാം. പക്ഷെ 0 മാത്രം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആൻഡിന്റെ ഓപ്പറേഷൻ, ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ആൻഡ് എന്നാണ് എക്സ്പ്രഷൻ, അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. നേരെ മറിച്ച് ഒരു 0 ആൻഡ് ഇൻഫിനിറ്റി ഇല്ല എങ്കിലും ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയോ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു നോൺ സീറോ നമ്പർ വന്നാൽ മതി. ഒന്നെങ്കിൽ ഇവിടെ നോൺ സീറോ നമ്പർ വരാം, ഇവിടെ 0 വരാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ 0യും ഇവിടെ ഒരു നോൺ സീറോ നമ്പറും വരാം, കുഴപ്പമില്ല. രണ്ടിടത്തും 0 വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഔട്ട്പുട്ട് 0 ആവുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും 2 0 വന്നാൽ മാത്രം ഔട്ട്പുട്ട് 0, അല്ലെങ്കിൽ എല്ലാ കണ്ടീഷനിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതാണ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ. ഇനി ലോജിക്കൽ നോട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും വെച്ചാൽ 1 ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് 0 ആയിരിക്കും. ഇൻഫിനിറ്റി ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് 0 ആയിരിക്കും. നേരെ മറിച്ച് ഞാൻ 0 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് 1 ആയിരിക്കും. അതായത് എന്താണോ കൊടുക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്തെങ്കിലും ഒരു നോൺ സീറോ വാല്യൂ കൊടുത്താൽ 0 ഔട്ട്പുട്ട് കിട്ടും, 0 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന ഔട്ട്പുട്ട് കിട്ടും. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. നമ്മളെ ലോജിക്കൽ എക്സ്പ്രഷൻ ഔട്ട്പുട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള റിലേഷന്റെ ലോജിക്കലായിട്ടുള്ള ഐറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിന്റെ കൂടെ കുറച്ച് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ഇതിന്റെ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് പഠിപ്പിച്ചു തരാം.
ഇനി ഇത് തമ്മിൽ ഒരു പ്രിസിഡൻസ് ഓർഡറും കൊണ്ടുണ്ട്. അതോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിലോട്ട് പോകാം. പ്രിസിഡൻസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും കൂടുതൽ പ്രിസിഡൻസ് ഉള്ളത് ഇവിടെ നിന്നാണ് താഴോട്ട് പ്രിസിഡൻസിന്റെ ഓർഡർ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രിസിഡൻസ് ഉള്ളത് ഇവർക്കാണ്. ഇവർക്ക് ഏറ്റവും ആദ്യം നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ എന്തെങ്കിലും കൊടുത്താൽ അതിനായിരിക്കും ഏറ്റവും വലിയ പ്രിഫറൻസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ബ്രാക്കറ്റ്. ഇപ്പം ബോട്ട് മാസ് എന്നൊക്കെ പറയുന്നത് പോലെ ബ്രാക്കറ്റിനുള്ളിലുള്ള ആർക്കാണോ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ്. അത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഫിക്സ് ഓപ്പറേറ്റേഴ്സ്. പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 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 എന്നൊക്കെ നമ്മൾ പറയൂലേ, എ പ്ലസ് പ്ലസ് എ മൈനസ് മൈനസ് എന്നൊക്കെ ഉള്ള സാധനം, ആ സാധനത്തിനാണ് അടുത്ത പ്രിസിഡൻസ്, അല്ലെങ്കിൽ പ്ലസ് പ്ലസ് എയ്ക്കൊക്കെ. അതിനുശേഷം യൂണറി ഓപ്പറേറ്റേഴ്സ് വരും, പിന്നെ സൈസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് വരും, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ വരും, അഡിറ്റീവ് വരും, ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, റിലേഷൻ. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിസിഡൻസ് ഓർഡർ വരിക. ഓക്കെ, ഈ പ്രിസിഡൻസ് ഓർഡറിന്റെ പേജും വെച്ചുകൊണ്ട് നമുക്ക് റിലേഷൻ തമ്മിലുള്ള ഒരു സാധനം നോക്കാം. ഓക്കെ, ഞാനിതാണ് ഒരു പ്രോഗ്രാം സത്യം പറഞ്ഞാൽ എഴുതി വെച്ചിരുന്നത്. നമുക്ക് ഒരു ഇന്റ് എ എന്നൊരു വേരിയബിൾ ഉണ്ട്, ബി എന്ന് പറഞ്ഞാൽ 5 എന്നൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എ ലെസ് ദാൻ ബി എന്ന എക്സ്പ്രഷൻ ഞാൻ കൊടുത്താൽ, എ ലെസ് ദാൻ ബി എന്നൊരു എക്സ്പ്രഷൻ കൊടുത്താൽ എന്താണ് റിസൾട്ട് കിട്ടുക എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവുമായി കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ എ ലെസ് ദാൻ ബി ആണോ? അല്ല, അത് ഫോൾസ് ആണ്. ഫോൾസ് ആയതുകൊണ്ട് അതിന്റെ റിസൾട്ട് ഞാനിവിടെ പെർസെന്റേജ് ഡി എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്, ഒരു നമ്പർ ആയിരിക്കും വരിക, റിസൾട്ട് ആയിരിക്കും വരിക. ഐ മീൻ ആ റിസൾട്ട് എന്താണ് വരുന്നത്? ആ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇതിന് പകരം എ ഗ്രേറ്റർ ദാൻ ബി ആണ് കൊടുക്കുന്നതെങ്കിൽ, എ ഗ്രേറ്റർ ദാൻ ബി ആണ് കൊടുക്കുന്നതെങ്കിൽ റിസൾട്ട് 1 വരും. എ ഈക്വൽ ടു ബി ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് 0 വരും. കാരണം എയും ബി ഈക്വൽ അല്ല. ഇനി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് എഴുതാണ്ട്, തെറ്റിപ്പോയി, സോറി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആയതുകൊണ്ടും റിസൾട്ട് 1 എന്നാണ് വന്നത്. ഇനി നോട്ട് ഈക്വൽ ടു കൊടുത്താൽ റിസൾട്ട് 0 വരും. അതാണ് റിലേഷണൽ തമ്മിലുള്ള കാര്യം. ഇനി ഞാനിവിടെ ജസ്റ്റ് ഒരു വേരിയബിളോട് കൊടുക്കുവാണ്, സി ഈക്വൽ ടു 6, ഡി ഈക്വൽ ടു 7. ഇങ്ങനെ കൊടുത്തതിന് ശേഷം എ ബ്രാക്കറ്റിൽ എ ഗ്രേറ്റർ ദാൻ ബി ഓർ സി ഗ്രേറ്റർ ദാൻ ഡി ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ആദ്യം ഈ റിലേഷൻ ആയിരിക്കും ചെക്ക് ചെയ്യുക. ഏറ്റവും ആദ്യം ഈ റിലേഷൻ ചെക്ക് ചെയ്താൽ എന്താണ് കിട്ടുക? എ ഗ്രേറ്റർ ദാൻ ബി ആണോ? എ ഗ്രേറ്റർ ദാൻ ബി ആണ്, അല്ലെ? എ ഗ്രേറ്റർ ദാൻ ബി ആണ്, അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് 1 എന്ന് വരും, അല്ലെ? എ ഗ്രേറ്റർ ദാൻ ബി ആയതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് 1 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്താലോ? നമുക്കറിയാം ബ്രാക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രിസിഡൻസ് ഉള്ളത്, അതുകൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ളതായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആദ്യം ചെക്ക് ചെയ്യും, അതിന്റെ റിസൾട്ട് ട്രൂ ആണ്. അതിനുശേഷം സി ഗ്രേറ്റർ ദാൻ ഡി ചെക്ക് ചെയ്യും, സി ഗ്രേറ്റർ ദാൻ ഡി ആണോ? അല്ല. അപ്പം ഇതിന്റെ റിസൾട്ട് 0 എന്ന് വരും, അല്ലെ? ഇവിടെ 1 വന്നു, ഇവിടെ 0 വന്നു. അപ്പം 1 ഓർ 0 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ഓർ എന്ന എക്സ്പ്രഷന് ഇടത്തോ വലത്തോ ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ വന്നാൽ മതി. അതുകൊണ്ട് എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആയതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് 1 എന്ന് വരും. അതാ 1 എന്ന റിസൾട്ട് വന്നു. ഓക്കെ, ഞാൻ ഈ ഡബിൾ ഈക്വൽ ടു മാറ്റിയിട്ട് ഞാൻ ഇവിടെ ആൻഡ് കൊടുക്കുവാണ്, സോറി ഓറ് മാറ്റിയിട്ട് ആൻഡ് കൊടുക്കുവാണ്. ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലെഫ്റ്റിലുള്ളതും ട്രൂ ആവണം, റൈറ്റിലുള്ളതും ട്രൂ ആവണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് നോക്കാം. കണ്ടോ, എ ഗ്രേറ്റർ ദാൻ ബി ആണ്, പക്ഷെ സി ഗ്രേറ്റർ ദാൻ ഡി അല്ലാത്തതുകൊണ്ട് അതിന്റെ റിസൾട്ട് 0 എന്ന് വന്നു. ഇനി ഞാൻ ഇവിടെ ഒരു ഓർ എ ഗ്രേറ്റർ ദാൻ സി എന്ന് കൊടുത്തു. ഇതില് ഏത് എക്സ്പ്രഷൻ ആയിരിക്കും ആദ്യം വർക്ക് ചെയ്യുക? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിസിഡൻസ് ഓർഡർ നോക്കണം.
പ്രസിഡൻസ് ഓർഡർ നോക്കിയാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? ആൻഡ് ആണ് കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് ഓറിനെക്കാട്ടിലും, അല്ലെ? ആൻഡിന് കൂടുതൽ പ്രസിഡൻസ് ഉണ്ട്. ആൻഡിന് കൂടുതൽ പ്രസിഡൻസ് ഉള്ളതുകൊണ്ട് ഏറ്റവും ആദ്യം ആൻഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഏതാ ഏറ്റവും ആദ്യം എന്ന് പറയാൻ പറ്റില്ല, ഇത് തമ്മിൽ നമ്മൾ ആദ്യം ഈ സാധനം ചെയ്യും. ഇവിടെ ചെയ്യുമ്പോഴത്തേനും എ ഗ്രേറ്റർ ദാൻ ബി ആണോ? അതെ, ഇവിടെ 1 കിട്ടി. അടുത്ത ബ്രാക്കറ്റ് നോക്കുമ്പോൾ സി ഗ്രേറ്റർ ദാൻ ഡി ആണോ? അല്ല, ഇവിടെ 0 കിട്ടി. ഇനി ഇത് ചെയ്യുമ്പോഴത്തേന് എ ഗ്രേറ്റർ ദാൻ സി ആണോ? അതെ, അതുകൊണ്ട് ഇവിടെ 1 കിട്ടി. ഇനി ഏത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഏറ്റവും ആദ്യം പ്രസിഡൻസ് ഓർഡറിനനുസരിച്ചാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷെ അതിന്റെ പ്രസിഡൻസ് ഓർഡറിൽ ഇപ്പം ഇവിടെ ചെയ്യുന്ന എങ്ങനെയാണ്? ആദ്യം ആ ബ്രാക്കറ്റിലുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. 3 ബ്രാക്കറ്റിലുള്ളതും ചെയ്ത് അതിന്റെ റിസൾട്ട് 0 അല്ലെങ്കിൽ 1 എന്നൊരു റിസൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടും. ആ കിട്ടിയതിനു ശേഷം ആണ് അടുത്ത ഓപ്പറേഷൻ ചെയ്യുക. ഇപ്പം അടുത്ത ഓപ്പറേഷൻ ഏതാണ്? ഇത് തമ്മിലുള്ളതാണ്. എന്നുവെച്ചാൽ ആൻഡിനാണ് ഓറിനേക്കാൾ പ്രസിഡൻസ് കൂടുതൽ. അപ്പം ആൻഡിന്റെ തൊട്ട് ഇടത്ത് വെച്ചുള്ളതും തൊട്ട് വലത്ത് വെച്ചുള്ളതുമാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. 1 ആൻഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1 എന്ന റിസൾട്ട് കിട്ടും. സോറി, 0 എന്ന റിസൾട്ട് കിട്ടും. ഇനി 0 ഓർ 1 എന്ന് പറഞ്ഞാലോ നമുക്ക് റിസൾട്ട് എന്തായിരിക്കും കിട്ടുക? നമുക്ക് റിസൾട്ട് 1 എന്ന് തന്നെയായിരിക്കും കിട്ടുക. നമുക്കിതൊന്നും ചെയ്ത് നോക്കാം. ഓക്കെ, 1 എന്ന റിസൾട്ട് കിട്ടുമോ നോക്കാം. 1 എന്ന റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് ആ പ്രസിഡൻസ് ഓർഡറും ഇതിന്റെ ഒരു പരിപാടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. പ്രസിഡൻസ് ഓർഡറിന്റെ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഞാൻ ആ PPT ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇതിനകത്തല്ല കളഞ്ഞുതരാം. പ്രസിഡൻസ് ഓർഡർ വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് ബ്രാക്കറ്റിനാണ്. അതിനുശേഷം താഴോട്ടുള്ളത് വരും. ഇതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇനി പ്രസിഡൻസ് ഓർഡറിനനുസരിച്ചായിരിക്കും നമ്മൾ ഓപ്പറേഷൻസിനെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഏറ്റവും ആദ്യം ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിലുള്ള ഓപ്പറേഷൻ എന്താണ്? ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആവാം, അഡീഷൻ ഓപ്പറേഷൻ ആവാം, അല്ലെ ബ്രാക്കറ്റിന്റെ അകത്ത് തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാം, ബ്രാക്കറ്റിനകത്ത് തന്നെ ആംപർസാൻഡ് ആൻഡുകൾ വരാം, എന്തും വരാം. ബ്രാക്കറ്റിനുള്ളിൽ എന്തുണ്ടോ അതായിരിക്കും ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അത് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ബ്രാക്കറ്റിന് പുറത്തോട്ട് നോക്കും. പുറത്തോട്ട് നോക്കുമ്പം ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ള ആർക്കാണോ അയാളുടെ ഇടത്തും വലത്തുള്ള സാധനങ്ങളെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം അടുത്ത പ്രസിഡൻസ് കുറഞ്ഞ് അതിനുശേഷം അടുത്ത പ്രസിഡൻസ് കുറഞ്ഞ് അങ്ങനെയാണ് പ്രസിഡൻസ് ഓർഡർ വരിക. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റ.